കേരള സമാജം മ്യൂണിക്കിൻ്റെ ഗ്രാൻഡ് ഓണം പ്രോഗ്രാമിലോട്ട് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. I would like to welcome each one of you to our Grand Onam program today. Today we have our chief guest, Sri Amir Bashir, to inaugurate our function. Sir is responsible for Commerce, Education and Information Wing in Consulate Munich. Thank you, sir, for accepting our invitation. We would like to welcome you to our event. Consulate is one of the sponsors this time, so we would like to thank Consulate for all the financial and consulate activities supporting to us. Onam is an annual harvest and cultural festival celebrated by the people of Kerala. KSM is very happy to bring Onam here in Munich. With your permission, I would like to switch to Malayalam for a while. 1969 കുറച്ച് പേരായിട്ട് തുടങ്ങിയ ഒരു കൂട്ടായ്മ 10-ൽ നിന്നും 50-ഉം 100-ഉം 200-ഉം 300-ഉം ഒക്കെ കടന്ന് 1000-ലെത്തി നിൽക്കുകയാണ്. യൂറോപ്പിലെ തന്നെ ആദ്യത്തെ കമ്മ്യൂണിറ്റി ഓർഗനൈസ്ഡ് 1K+ ഓണമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ കൂട്ടായ്മയെ ഈ ലെവലിലോട്ട് വളർത്തിയ ഇതിൻ്റെ മുൻപത്തെ ഭാരവാഹികളെയും നിങ്ങളെല്ലാവരെയും എല്ലാവരുമായിട്ടും ഈ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നു. 1050ഓളം വരുന്ന ആളുകൾക്ക് ഇന്നിവിടെ സദ്യ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനും ഓൾ അറേഞ്ച്മെൻറ്റ്സ് ബാക്ക് സ്റ്റേജ് കോർഡിനേഷനൊക്കെ ആയിട്ട് നമ്മളുമായിട്ട് ഹെൽപ്പ് ചെയ്ത വോളണ്ടിയേഴ്സിനെ ഈ പ്രോഗ്രാമിലോട്ട് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്ന് ഇവിടെ 100ഓളം വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു. ഈ വോളണ്ടിയേഴ്സിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്കിന്നത് സദ്യയൊക്കെ അറേഞ്ച് ചെയ്യാൻ കഴിഞ്ഞത്. വളരെയധികം നന്ദിയുണ്ട്. പിന്നെ നമുക്ക് 15ഓളം വരുന്ന സ്പോൺസേഴ്സിനെയും 250ഓളം വരുന്ന കൾച്ചറൽ പാർട്ടിസിപ്പൻസിനെയും ഈ വേദിയിലിരിക്കുന്ന നിങ്ങളെല്ലാവരെയും KSMൻ്റെ ഗ്രാൻഡ് ഓണം പ്രോഗ്രാമിലോട്ട് ഹാർദവമായി സ്വാഗതം ചെയ്യും. ഇന്നിവിടെ കൾച്ചറൽ പ്രോഗ്രാംസും ടീ ബ്രേക്കും DJയും വടംവലിയൊക്കെ ഉണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എല്ലാവരും വീട്ടിൽ പോകാവുള്ളൂ. 7 മണിയൊക്കെ ആകുമ്പം ഇളയ റെസ്റ്റോറൻറ്റ് ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഫുഡ് പാർസൽ കൗണ്ടർ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഫുഡ് പാർസലായിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ ഒരു ചെറിയ അപ്ഡേറ്റ് ആൻഡ് ചാരിറ്റി ഇനീഷ്യേറ്റീവ്, നമ്മൾ വയനാടിൽ ഒരു ലാൻഡ് സ്ലൈഡ് വാർണിംഗ് സിസ്റ്റത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നുണ്ട്. അത് അടുത്ത വർഷം ഫസ്റ്റ് ക്വാർട്ടർ ആകുമ്പോൾ കംപ്ലീറ്റ് ചെയ്യും. ചൂരൽമലയിൽ അത് നേരിട്ട് കാണാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. 60ഓളം വരുന്ന മഴവാപിനികളും അതിൻ്റെ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ വയനാട്ടിൽ നടക്കുന്നുണ്ട്. ചെമ്പ്ര എന്നൊരു മലയിൽ ഇപ്പോഴും ഉരുൾപൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് താഴത്തൊക്കെ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു വാർണിംഗ് സിസ്റ്റം പോലെ ഇത് ഉപകാരപ്പെടുവാണെങ്കിൽ വലിയൊരു പുണ്യമായി മാറും വിശ്വസിക്കുന്നു. 3ഓളം മലയാളികൾ മരിക്കുകയും കുറേ ആളുകൾക്ക് അപകടം സംഭവിക്കുകയും ചെയ്ത വാട്ടർ സേഫ്റ്റി ഇൻ ജർമ്മനി എന്നൊരു കാര്യത്തെക്കുറിച്ചുകൂടി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ജർമ്മനിയിൽ മരണം റിപ്പോർട്ട് ചെയ്യുന്നത് കൂടി വരുന്നുണ്ട്. അതിൽ മലയാളികൾ ഒരുപാട് അപകടത്തിൽപ്പെടുന്നുണ്ട്. അതിൻ്റെ കാരണങ്ങളെ ഒന്ന് നോക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവിടുത്തെ ജർമ്മനിയിലെ വെള്ളം 3 ലെയറായിട്ട് തിരിക്കുകയാണെങ്കിൽ 30 ഡിഗ്രിയിൽ കൂടുതൽ ടെമ്പറേച്ചർ പുറത്തുണ്ടെങ്കിൽ പോലും വെള്ളത്തിൻ്റെ ടോപ്പ് ലെയർ വെറും 22 ഡിഗ്രിയും, സെക്കൻഡ് ലെയറിൽ 10 ഡിഗ്രിയും, തേർഡ് ലെയറിൽ 4 ഡിഗ്രിയും ഉള്ളൂ. അപ്പോൾ ഒരാൾ അതിനോട് എടുത്ത് ചാടുകയാണെങ്കിൽ ഉണ്ടാകുന്ന വാട്ടർ ഷോക്കും കോൾഡ് ഷോക്ക്, ഹൈപ്പോതേർമിയ, മസിൽ ഇമ്പയർമെൻ്റ് ഒക്കെ കാരണം നീന്താൻ അറിയാവുന്നവർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഇവിടെ സംഭവിക്കുന്നത്. അതുകൂടാതെ ഡ്രൗണിങ്, അൺഫെമിലിയർ സൈൻ ബോർഡ്സ്, ഓവർ കോൺഫിഡൻസ്, ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ, വിസിബിലിറ്റി ചലഞ്ചസ്, ഇതൊക്കെ കാരണം ജർമ്മനിയിൽ മലയാളികൾ വെള്ളത്തിൽ അപകടത്തിൽപ്പെടുന്നത് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ആവശ്യത്തിൽ കൂടുതൽ സൈൻ ബോർഡുകളുള്ള ജർമ്മനിയിൽ അതിന് ഒരുപാട് സൈൻ ബോർഡ്സ് ഉണ്ട്. ഈ ബാഡൻ ഫെർബോട്ടൻ, വാസർ സ്പ്രിംഗൻ ഫെർബോട്ടൻ,
ഹോഹ്വാസ ഇതുപോലെയുള്ള എല്ലാ വാർണിംഗ് സൈനുകൾക്കും അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ ഒറ്റയ്ക്ക് കുളിക്കാതെ ഒരു ബഡി സിസ്റ്റമായിട്ട് കുളിക്കാൻ പോവുക, ലൈഫ് ജാക്കറ്റ് യൂസ് ചെയ്യുക, പിന്നെ എമർജൻസി എക്യുപ്മെൻറ്റ്സിൻ്റെ എവിടെയാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കണ്ടുപിടിക്കുക. പിന്നെ പോലീസിൻ്റെ 110, 112 യൂറോപ്പിലെ യൂണിവേഴ്സിറ്റി എമർജൻസി നമ്പർ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. 16 ഇന്ത്യൻസ് ആണ് കഴിഞ്ഞ മാർച്ചിൽ ഐസിയിൽ ഐസ് പൊട്ടിയിട്ട് ലേക്കിൽ വീണത്. അപ്പോൾ ജർമ്മനിയിലൊരു ന്യൂസ് പേപ്പർ എഴുതിയത് വി കനോട്ട് ട്രീറ്റ് ദെയർ സ്റ്റുപ്പിഡിറ്റി എന്നാണ്. അപ്പോൾ ഇതിനൊക്കെ അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്താൽ ഇതുപോലെ സ്റ്റുപ്പിഡ് കാര്യങ്ങൾ നമ്മൾ നടക്കില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ടേക്ക് കെയർ ചെയ്യുക. ഇന്നിവിടെ മെഗാ തിരുവാതിര അവതരിപ്പിച്ച വുമൺ ഇൻ മ്യൂണിക് ഓർഗനൈസേഴ്സിനെയും അതിൽ പങ്കെടുത്ത എല്ലാവരെയും KSMൻ്റെ വക പ്രത്യേക അഭിനന്ദനങ്ങൾ. വളരെ അടിപൊളി പരിപാടിയായിരുന്നു. ആ പ്രോഗ്രാം വഴി നമുക്ക് ആ യൂണിറ്റി കാണിക്കാൻ കഴിഞ്ഞു. KSMമായി സഹകരിച്ച് ഇങ്ങനെ പ്രോഗ്രാം നടത്താൻ അവർ സഹകരണത്തോടെ നമുക്ക് നടത്താൻ കഴിഞ്ഞാൽ വലിയൊരു സക്സസ് ആയിട്ട് നമുക്ക് കാണാം. പിന്നെ സംസ്കാര ജർമ്മനിയുടെ ചെണ്ട ടീം നടത്തിയ ചെണ്ട ടീമിനെയും നമ്മൾ അഭിനന്ദിക്കുന്നു. ഇതുപോലുള്ള എല്ലാ കൂട്ടായ്മയ്ക്കും KSMൻ്റെ വക എല്ലാ സപ്പോർട്ടുകളും ഇനിയും ഉണ്ടാവും. കൂടുതലൊന്നും പറഞ്ഞ് ഓവറടിപ്പിക്കുന്നില്ല. ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മൾ വേസ്റ്റുകളെല്ലാം ഇപ്പം പുറത്ത് വേസ്റ്റ് ബിന്ന് വെച്ചിട്ടുണ്ട്. എല്ലാവരും ആ വേസ്റ്റ് ബിന്നൊക്കെ യൂസ് ചെയ്യുക. പുറത്ത് വേസ്റ്റ് വലിച്ചെറിയരുത്. ഒരു സ്കൂളാണ്. കൂടാതെ നാളെ ഇവിടെ പ്രോഗ്രാം ഉണ്ട്. ഇന്ന് രാത്രി ഒരു 8 മണിയൊക്കെ കഴിഞ്ഞ് ക്ലീനിങ് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം. അതുപോലെ തന്നെ ബാത്റൂമും. പിന്നെ ബിയർ ഈ ഹോളിനകത്തോട്ട് കടത്താൻ പാടില്ല. അത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇത് സ്പോർട്സ് ഹോളാണ്. സ്പോർട്സ് ഹോളിനകത്ത് ബിയർ പറ്റില്ല. അതുപോലെ സിഗരറ്റ് വലിക്കുന്നവർ ആ പാർക്കിംഗ് പ്ലേസിൽ പോയി മാത്രമേ വലിക്കാവുള്ളൂ. ഈ ഒരു ഏരിയയിൽ ഇരുന്ന് വലിക്കാനും പാടില്ല. ലാസ്റ്റ് ഇയർ നമുക്ക് സ്പോർട്സ് ഹോളിലൊരു അലാറം അടിച്ച കാരണം ഫയർ എഞ്ചിനും പോലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ സംഭവിക്കില്ല എന്ന് വിചാരിക്കാം. ഇനി അഥവാ സംഭവിക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ 4 എമർജൻസി എക്സിറ്റ് ഉണ്ട്. 2 ഫ്രണ്ടിലും 6 എമർജൻസി എക്സിറ്റ് ഉണ്ട്. ഈ സൈഡിലുള്ളവർ ഈ സൈഡിലോട്ടും ആ സൈഡിലോട്ടും പോവുക. എല്ലാവരും ഒരു സൈഡിലോട്ട് പോകേണ്ട ആവശ്യമില്ല. പിന്നെ വേറെ ഒന്നും കൂടുതലായിട്ടൊന്നും പറയാനില്ല. കേരള സമാജം മ്യൂണിക്കിൻ്റെ ഗ്രാൻഡ് ഓണം പ്രോഗ്രാമിലൂടെ ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു പൊന്നോണം നിങ്ങൾക്കെല്ലാം വിഷ് ചെയ്യുന്നു. താങ്ക്സ് എ ലോട്ട്. Thank you, Shafiqeta. Today, we are honored to have with us Mr. Amir Bashir, Consul for Commerce, Education and Information at the Indian Consulate in Munich. The continued support of the Indian Consulate for sports and cultural activities is deeply appreciated by the Indian community here in Munich. May I now kindly invite Mr. Amir Bashir to join the committee in lighting the lamp and officially inaugurating the event. ലാമ്പ് ലൈറ്റിംഗിനായി എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു.
Distinguished guests, ladies and gentlemen, it is now my privilege to invite our esteemed chief guest, Mr. Amir Bashir, to address this gathering. Please welcome Mr. Amir Bashir with a big round of applause. Thank you so much. Namaskaram and warm greetings to everyone. I feel truly privileged to be part of this beautiful celebration of Onam hosted by Kerala Samajam Munich. It's heartening to witness the spirit of Kerala come alive here in Germany through vibrant traditions, joyful performances and the warmth of community. Onam is more than a festival, it is a reminder of values that unite us: equality, generosity and harmony. The story of Mahabali continues to inspire, reminding us that a just and compassionate society is always worth striving for. Events like these reflect the strength of the Indian diaspora and its commitment to preserving heritage while building bridges across cultures. Kerala Samajam Munich deserves heartfelt appreciation for bringing people together in such a meaningful way. May this Onam bring joy, peace and prosperity to all. Thank you. Now I invite KSM Vice President Lakshmi Chichi to give a memento of appreciation. It's a memento of tea box from the hills of Munnar.